നമുക്കിപ്പം മുബഷിർ പി അക്ബർ ഉണ്ട്. മുബഷിർ പി അക്ബർ, ഇപ്പോൾ നമുക്ക് വരുന്ന വിവരമനുസരിച്ച് PV അൻവർ ഇഫക്റ്റാണ് ചുങ്കത്തറയിൽ സംഭവിച്ചത് എന്നാണ്. നാളെ ഇപ്പോൾ കോട്ടയത്ത് വെച്ച് പത്രസമ്മേളനം നടത്തുന്നുണ്ട് PV അൻവർ. ശ്രദ്ധേയനായ ഒരു CPM നേതാവ് തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. ചുങ്കത്തറയിൽ യഥാർത്ഥത്തിൽ PV അൻവർ ഇഫക്റ്റ് ആയിരുന്നു? അതായത് അരുൺകുമാർ, PV അൻവർ MLA ആയിരുന്ന ഘട്ടത്തിൽ അൻവറിലൂടെ തന്നെ നഷ്ടമായ ചുങ്കത്തറ പഞ്ചായത്തിന്റെ ഭരണം അൻവറിലൂടെ തന്നെ UDF നേടിയെടുത്തു എന്ന് വേണം പറയാം. 2020 തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ചുങ്കത്തറ പഞ്ചായത്തിന് UDFന് ഭരണം ലഭിക്കുന്നത് നറുക്കെടുപ്പിലൂടെയാണ്. അന്ന് ഇടത് സ്വതന്ത്ര MLA ആയിരുന്ന PV അൻവർ UDFന്റെ ക്യാമ്പിൽ നിന്നും ഒരു വാർഡംഗത്തെ LDFിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു LDFന് ഭരണം നേടിക്കൊടുത്തത്. ഏറെക്കാലം LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുന്നതിനിടയിലാണ് ഇടതു ക്യാമ്പ് വിട്ടുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി PV അൻവർ മാറുന്നത്. MLA സ്ഥാനം രാജിവെച്ചതിനു ശേഷം രാഷ്ട്രീയ ചരടുവലിയുടെ ഭാഗമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ചുങ്കത്തറ കേന്ദ്രീകരിച്ചായിരുന്നു അൻവർ പ്രവർത്തിച്ചിരുന്നത്. നേരത്തെ താൻ വിചാരിച്ചാൽ ഈ മണ്ഡലത്തിലെ തന്നെ ചില പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ താഴെ ഇറക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്ന അൻവർ ഏറ്റവും ഒടുവിൽ ചുങ്കത്തറ പഞ്ചായത്തിലൂടെ അത് തെളിയിച്ചു എന്ന് വേണം പറയാം. LDFന്റെ ഭാഗമായിരുന്ന വാർഡംഗം കൂടിയായിട്ടുള്ള നുസൈബ സുധീർ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. അവരെ UDFിലേക്ക് എത്തിച്ചുകൊണ്ടാണ് അൻവർ അവിശ്വാസ പ്രമേയത്തിലൂടെ ഭരണം UDFന് നേടിക്കൊടുത്തിരിക്കുന്നത്. അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്ന മുൻപുണ്ടായിരുന്ന DCC പ്രസിഡന്റായിട്ടുള്ള VS ജോയി ആണെങ്കിലും KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ അൻവറിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അവിടെ പ്രതിഷേധത്തിൽ അണിചേരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട ചർച്ച ചുങ്കത്തറ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ നടക്കുന്ന സമയത്ത് പുറത്തെ അതിനാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. ചേരിതിരിഞ്ഞ് LDF UDF പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടിയ ഒരു ഘട്ടത്തിൽ UDF പ്രവർത്തകരുടെ നേതൃത്വത്തിൽ PV അൻവറിനെ ഒരു കടയിലേക്ക് സുരക്ഷിതമാക്കി മാറ്റിയപ്പോൾ പുറത്തെ LDF പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച, തൃണമൂൽ കോൺഗ്രസിന്റെ ടീഷർട്ടൊക്കെ തന്നെ CPM പ്രവർത്തകർ കത്തിച്ചു കളയുന്ന കാഴ്ചയൊക്കെ തന്നെ നമ്മൾ കണ്ടു. താങ്ക് യു മുബഷീർ.